സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായ മക്ക കരാർ ലക്ഷ്യം ഇസ്രായേലിനെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അബ്രഹാം കരാർ യാതൊരു കാരണവശാലും മേലിൽ അംഗീകരിക്കില്ലെന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞ രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ്. അത് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണോ ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്നത് ആ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചല്ലാതെ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തുടർ ചർച്ച ഉണ്ടാവില്ലെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും 2023 ഒക്ടോബർ മാസം അവസാനം തന്നെ സൗദി അറേബ്യയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ രീതിയിലുള്ള എല്ലാ പ്രവർത്തനവും പിന്നീട് സൗദി അറേബ്യ സമാനമായ രീതിയിൽ തന്നെയാണ് നടത്തിയത് എന്നുള്ളതും കൃത്യമാണ്. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും സംയുക്തമായ രീതിയിൽ മക്കയിൽ വെച്ച് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നു. ആ കരാർ വ്യവസ്ഥ മക്ക ജോയിൻ്റ് ഡിഫൻസ് എഗ്രിമെൻ്റ് എന്ന കരാറാക്കിയിട്ട് അത് അംഗീകരിക്കുകയും പരസ്പരം 3 രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടി ഒപ്പിടുകയും ചെയ്തു. ആ ഉടമ്പടി പ്രകാരം പറയുന്നത് നാറ്റോ ആർട്ടിക്കിൾ 5 തുല്യമായിരിക്കുന്ന ഒരു സംവിധാന കാര്യമാണ്. അഥവാ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഏകോപനത്തോടു കൂടി തിരിച്ചടിക്കുക ശത്രു രാജ്യത്തിന് എന്നതാണ് ആ ആർട്ടിക്കിളിൽ പറയുന്നത്. അതിൻ്റെ തുടർ ചലനങ്ങൾ മക്ക കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതും അതിൽ വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നാറ്റോ സഖ്യത്തിലെ കക്ഷിയാണ് തുർക്കി എന്ന് പറയുന്നത്. ആ തുർക്കിയെ ആക്രമിക്കുന്ന സമയത്ത് ആ രാജ്യങ്ങളെല്ലാം 32ഓളം നാറ്റോ സഖ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കവചമൊരുക്കും. അതൊരു കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അത്തരം ഒരു കരാർ വ്യവസ്ഥയിലൊന്നും ഇല്ല. പാകിസ്ഥാൻ ഒരു രാജ്യത്ത് ആക്രമിക്കാനും പോകുന്നില്ല. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി തർക്കവും പോലെയുള്ള വിഷയകാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വലിയ പ്രഹര നൽകുന്നുണ്ട്. അതിന് ആനുപാതികമായ രീതിയിൽ തിരിച്ചടിക്കാൻ വേണ്ടി പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക പോലും പാകിസ്ഥാനെ സഹായിക്കുന്നില്ല. ഇന്ത്യ എതിർ കക്ഷിയായി നിലനിൽക്കുന്നു എന്നതിനാൽ അതുകൊണ്ട് ഒരു ഒറ്റപ്പെടൽ പല ഘട്ടങ്ങളിലും പാകിസ്ഥാനിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ മറ്റു ലോക രാജ്യങ്ങൾ ഇടപെടുന്നില്ല എന്നതിനാൽ അവർക്ക് വല്ലാത്തൊരു അതിജീവനം കിട്ടാറുമില്ല. എന്നാൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറാകാറുമില്ല എന്നുള്ളതും നമുക്കറിയാം. അവിടുത്തെ തന്നെ ഇഷ്ടംപോലെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊടികുത്തി വായുന്നൊരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് സംവിധാനം ഒരുക്കുകയും സഹായം നൽകുകയും ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദനെ പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ വെച്ചിട്ടാണ് അമേരിക്ക വെടിവെച്ച് കൊന്നത്. നമുക്കതറിയാവുന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടിയാണ് ബില്ലാദൻ അവിടെ താമസിച്ചത് എന്നുള്ളതും ആ കാലത്ത് തന്നെ ഏറെ വ്യക്തമായതാണ്. എന്നാൽ ഇപ്പോൾ ഉള്ള ഈ കരാർ വ്യവസ്ഥയുടെ പിന്നിൽ ഇറാനുമുണ്ട് എന്ന് ഏറെക്കുറെ ഇപ്പോൾ കുറേശ്ശെയായിട്ട് പുറത്തു വരികയാണ്. എന്താണ് ഇറാൻ ഇതിൽ പങ്കാളിത്തം? മക്ക കരാറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇറാന് പങ്കാളിത്തം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലും കാണുന്ന രീതിയിലും ഇപ്പോഴത്തെ വർത്തമാന വാർത്തകളും മീഡിയകളൊക്കെ പരിശോധിക്കുന്ന തരത്തിലും നല്ല സംഭവങ്ങൾ പോകുന്നത് ആന്തരികമായ രീതിയിൽ ഒരുപാട് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അതിൽ അല്പാൽപമായിട്ട് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ എന്നുള്ളത്. ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു തിരക്കഥ സംവിധാനം പോലെയുള്ള ഒരു യുദ്ധം തന്നെയാണ് നടന്നത്. അഥവാ ഇറാൻ ഏതൊരു തരത്തിൽ ആക്രമിച്ചാലും തങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ആക്രമണം ഉണ്ടാവില്ലെന്ന് ഈ അറേബ്യൻ രാജ്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. 200 മുതൽ 600 വരെ മിസൈലുകളും ഡ്രോണുകളും അറേബ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ തൊടുത്തു വിട്ടിട്ടുണ്ട്. പരമാവധി വീണ് പൊട്ടിയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹ്റൈനും UAEയും കുവൈറ്റും അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം വ്യത്യസ്ത സമയങ്ങളിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇനി അതിർത്തി കടന്നുകൊണ്ട് അസർബൈജാനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഈ തുർക്കിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ജോർദാനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒടുവിൽ സിറിയയിൽ വരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇവിടെയെല്ലാം സൗദിയുടെ ആക്രമണം ഉണ്ടായിട്ടും ഇവിടെ നിന്ന് അങ്ങനെ തന്നെ ആ രാജ്യത്തിലെ ഭരണകൂട സംവിധാനത്തിൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണകൂടം തിരിച്ചടിച്ചിട്ടില്ല. ജോർദാനിൽ ആക്രമണം ഉണ്ടായ സമയത്ത് ജോർദാനിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് അമേരിക്കയാണ് ചെയ്യുന്നത്, ജോർദാൻ ഗവൺമെൻറ് അല്ല. സിറിയയിൽ ആക്രമണം ഉണ്ടായ സമയത്ത് തിരിച്ചടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയാണ് തിരിച്ചടിക്കുക. തുർക്കിയിൽ തിരിച്ചടിയേ ഉണ്ടായിട്ടില്ല.
പല രീതിയിലും പല രാജ്യങ്ങളും ആക്രമണം നടത്തിയിട്ടും ആ രാജ്യത്തിലെ ഭരണ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇറാനെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കണം എന്നൊരു പ്രസ്താവന പോലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംവിധാനം പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നെതന്യാഹു 2025 UN സഭാ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് UN നൽകിയിരിക്കുന്ന അഭിമുഖത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രസംഗത്തോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എന്നെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഈ രാജ്യരക്ഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, ആ രാജ്യത്തെ വികസിപ്പിക്കുകയും വിപുലമാക്കുകയും അത് ഒരു ഗ്രേറ്റർ ഇസ്രായേലായിട്ടോ സാമ്രാജ്യ ഇസ്രായേലായിട്ടോ മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ്. സൈനികപരമായ രീതിയിൽ ശക്തിയുണ്ട്, സാമ്പത്തികപരമായ രീതിയിൽ മുന്നേറ്റമുണ്ട്, ആയുധങ്ങൾ വിൽപ്പന നടത്തിയിട്ട് പണം സ്വരൂപിക്കുന്നുണ്ട്, പലസ്തീൻ്റെ ഭൂപ്രദേശം ഓരോരോ ഘട്ടത്തിലും പിടിച്ചെടുത്ത് വിപുലമാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്. അങ്ങനെ ആ റൂട്ടിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളൊരു രാജ്യം ഇപ്പോഴും ആയിട്ടില്ല. വിശാലമാക്കപ്പെട്ട ഒരു രാജ്യം സൃഷ്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ യുദ്ധം നടക്കണം. ആ യുദ്ധമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാലസ്തീനുമായിട്ടും ലെബനാനുമായിട്ടും നടക്കുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിപുലമാക്കപ്പെട്ട ഒരു ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യാതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എതിർക്കുന്ന വിഭാഗത്തെ ഇല്ലാതാക്കി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം. അഥവാ ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജോർദാനാണ്, ഒന്ന് ഈജിപ്താണ്, അടുത്തത് സിറിയയാണ്, അടുത്തത് ലെബനാനാണ്. ഈ 4 രാജ്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ അതിർത്തി പങ്കിടുന്ന കാര്യം. ഗസ എന്ന് പറയുന്നത് പിന്നെ ഇസ്രായേലിൻ്റെ അകത്താണ് എന്ന് അവർ പറയുന്നു. എന്നാൽ ഈ ഫലസ്തീൻ പറയുന്നത് ഫലസ്തീൻ്റെ അകത്താണ് ഇസ്രായേൽ ഉണ്ടാക്കിയതെന്ന് അവർ പറയുന്നു. അങ്ങനെ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ജോർദാൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്ക് വരുന്നത്. വെസ്റ്റ് ബാങ്ക് ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാണ്, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതും കൂടി ചേർന്നിട്ട്, അതായത് ഈ ഗസയും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് കൂടി ചേർന്നിട്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ശക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ലെബനാനാണ്. ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പാണ് എതിർക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അതുമായി വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തുന്നു. നമുക്കറിയാം അവിടുത്തെ അസർ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ള തലവനെ പോലും ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലപാതകത്തോടനുബന്ധിച്ച് ഏകദേശം 40ഓളം സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല നമ്മൾ ഈ പറയപ്പെട്ട ഈജിപ്തോ ജോർദാനോ സിറിയയോ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുകയോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യുകയോ ചെയ്യുന്നില്ല. ചെയ്യുന്നത് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അവരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട 3 രാജ്യങ്ങളും ഏറെക്കുറെ അമേരിക്കക്ക് അനുഭാവമുള്ളതും അമേരിക്കക്ക് അനുകൂലമുള്ളതും അവരുമായിട്ട് ചേർന്ന് കൊണ്ട് ഭരണം നടത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിൽ നിന്നും ഒരു വിഷയത്തിനും ഒരു കാലത്തും ജോർദാൻ നിൽക്കാറില്ല. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം വലിയ രീതിയിലുള്ള സഹകരണത്തോടു കൂടിയാണ് അവർ പോകുന്നത്. മാത്രമല്ല ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമുണ്ട്, എംബസി കോൺസുലേറ്റുകളുണ്ട്, ജോർദാൻ്റെ എംബസി കോൺസുലേറ്റ് ഉണ്ട്. അങ്ങനെ നയതന്ത്ര ബന്ധം വളരെ ദൃഢമാണ്, സജീവമാണ്. അമേരിക്കയുടെ ഒരുപാട് സൈനിക ബേസ് 25ലധികം സൈനിക ബേസ് ജോർദാനിലുണ്ട് എന്നതാണ്. 2-3 എണ്ണത്തിൻ്റെ പേര് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. അപ്പോൾ വിപുലമായിരിക്കുന്ന അമേരിക്കൻ സൈനിക സംവിധാനമുള്ള രാജ്യം കൂടിയാണ് ജോർദാൻ. അപ്പോൾ ജോർദാൻ കടന്നുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം പ്രവേശിക്കാൻ ഇനി ഒരുപാട് കാലതാമസം ഉണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. അവിടെയാണ് ഈ പറയപ്പെട്ട മക്ക കരാറിൻ്റെ പ്രത്യേകത. ജോർദാനെ കീഴടക്കുക എന്നുള്ളതും ജോർദാനെ പരാജയപ്പെടുത്തുക എന്നുള്ളതും നിലവിലെ വർത്തമാന സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ വിഷയമൊന്നുമില്ല. അമേരിക്ക അതിന് സംയുക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. അത് കടന്നാൽ പിന്നീട് ജോർദാൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അതിർത്തി വരുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇവരുടെ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ലിസ്റ്റിലുണ്ട്.
ഈ 4 രാജ്യവും ഇറാഖിൻ്റെ കുറഞ്ഞ ഭാഗവും അതോടൊപ്പം തന്നെ സൗദി അറേബ്യൻ്റെ സിംഹഭാഗവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ മുന്നേറിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഈ സൗദി അറേബ്യയുടെ ഭൂപ്രദേശത്തിലേക്ക് കയറുന്ന സമയത്ത് അതിന് പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഈ സൗദി, പാകിസ്ഥാൻ, തുർക്കിയുടെ നിർബന്ധമായിരിക്കുന്ന കടമയായിട്ട് വരും. അതാണ് ഈ കരാറിൻ്റെ കാതലായിരിക്കുന്ന വശം. അത് ഇറാൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ ശത്രുവാണ് ഇസ്രായേൽ, പാകിസ്ഥാൻ്റെ ശത്രുവാണ് ഇസ്രായേൽ, തുർക്കിയുടെ ശത്രുവാണ് ഇസ്രായേൽ, ഇറാൻ്റെ ശത്രുവാണ് ഇസ്രായേൽ. അപ്പോൾ ശത്രു എന്ന് പറയുന്നത് ഒറ്റ രാജ്യം മാത്രമാണ് ഇസ്രായേൽ. മറ്റുള്ള രാജ്യങ്ങൾക്കിടയിലൊക്കെ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത്, അതായത് പൊതുവിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറാണ്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് സൗദി, തുർക്കി, ഈ പാകിസ്ഥാനും തമ്മിലുള്ള മക്കയിൽ വെച്ചിരിക്കുന്ന കരാർ പിന്തുണ രഹസ്യമായ രീതിയിൽ ഇറാൻ ഉണ്ട് എന്ന് മാത്രമല്ല, ലക്ഷ്യം ഇസ്രായേലാണ് എന്നുകൂടി നമുക്ക് തീർച്ചയായിട്ടും വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.